ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇത് കണ്ട 5 ലക്ഷം രൂപയുടെ നോട്ടാണ്. 5 lakh rupees 5 lakh rupees 5 lakh rupees-ആണ്. ഇത് കണ്ട 5 ലക്ഷം, 5 ലക്ഷത്തിൻ്റെ 2 ഉണ്ട്. 5 ലക്ഷം, അതുപോലെ 2 ലക്ഷത്തിൻ്റെ ഉണ്ട്. 2 ലക്ഷം രൂപയുടെ നോട്ടാണിത്. കണ്ടിട്ടുണ്ടോ? 2 ലക്ഷം രൂപ. ഇനി 20,000-ൻ്റെ നോട്ട്, 20,000-ൻ്റെ നോട്ട്, ഇതുപോലെ 20,000-ൻ്റെ, 10,000-ൻ്റെ എല്ലാം കൂടി കൂട്ടി എൻ്റെ കയ്യിൽ ഇപ്പോൾ 16 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. എത്രയാണെന്നറിയാമോ? 16 ലക്ഷം രൂപ. പക്ഷേ ഇത് 16 ലക്ഷമൊന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കാനും പറ്റുള്ളൂ. ഇവിടെ ഇത് കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല. 16 ലക്ഷം രൂപ വിയറ്റ്നാം മണിയാണ്. ഡോങ് എന്നാണ് ഇതിന് പറയുന്നത്. വിയറ്റ്നാമീസ് ഡോങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ കറൻസി അല്ലാത്തത് കൊണ്ട് ഇവിടെ ഇതുകൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ, ഈ ജൂലൈ മാസം 2005 ജൂലൈ മാസം എൻ്റെ മകൻ ശ്രേയസ് ജോർജ് വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോഴാണ് പ്രധാന കാര്യം, ഈ പോകാനുള്ള ഇത് ശരിയാക്കിയ ഏജൻസിക്കാർ പറഞ്ഞ ഇതാണ്, പൈസ എക്സ്ചേഞ്ച് ചെയ്തെടുത്തോളാൻ പറഞ്ഞ്. അങ്ങനെ ഇവിടെ ലുലു മാളിലോ മറ്റോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ചേഞ്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മകനും മരുമകളും കൂടെ പോയി. അവർ വന്നത് 1.5 കോടി രൂപയും കൊണ്ടാണ്. ഇന്ത്യയുടെ ഏകദേശം 50,000-ന് മുകളിലുള്ള, 1,50,000-ന് മുകളിലുള്ള തുകയാണ്. 1 ലക്ഷത്തിന് താഴെ 50,000-ന് മുകളിലുള്ള തുക. അത് മാറിയെടുക്കുമ്പോൾ അവിടുത്തെ 5 ലക്ഷത്തിൻ്റെ മുതൽ നോട്ടുകളാണ് കിട്ടിയത്. പിന്നെ അത് ഇത്തിരി പാടുപെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ നോട്ടുകൾ കിട്ടാഞ്ഞത് കൊണ്ട്, ചെറിയ തുകയെന്ന് പറഞ്ഞാൽ ഈ 10,000-ഉം 20,000-ഉം ഒക്കെയാണ്. ഇത് കണ്ടോ? 10,000, 20,000 ഒക്കെയാണ്. അങ്ങനത്തെ നോട്ടുകളാണ്. അപ്പോൾ എന്നാലും അത് അവിടെ ചെന്നപ്പോൾ പിന്നെ വേറെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിൻ്റെ നോട്ടൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ തുകകൾ ആക്കി എടുത്ത്, അതായത് അവിടുത്തെ ആ ഒരു കാര്യങ്ങളുടെ ഇതനുസരിച്ച് ഇത്രയും വാല്യൂ ആണ്. പക്ഷേ ഇന്ത്യൻ രൂപ അനുസരിച്ച് കൊണ്ടുപോയി കൊടുത്താൽ, ചുരുക്കി പറയാം, 1.5 കോടി രൂപ കൊടുത്താൽ 50,000, 60,000 രൂപയാണ് കിട്ടുന്നത്. അപ്പം മകൻ പോയി വന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ ബാക്കി വന്ന പൈസ എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ സന്മനസ്സുകൊണ്ട്, നമ്മുടെ വിശപ്പിൻ്റെ വെളിയും ശുശ്രൂഷയൊക്കെ ഉണ്ടല്ലോ, അവൻ്റെ ദൈവം സന്മനസ്സ് അവന് തോന്നിച്ച്. അവൻ പറഞ്ഞു, പപ്പേ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ വന്നിട്ടും പറഞ്ഞ്, പപ്പേ ഇത് മാറിയെടുത്തോ, ഒരു 2,000 രൂപയെ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ 16 ലക്ഷം രൂപ ഉണ്ട്. 16 ലക്ഷം രൂപ വിയറ്റ്നാമിലെ കണക്ക് 16 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇളയ കൊച്ചി അനുഗ്രഹം വന്ന് കൂട്ടി നോക്കിയിട്ടും പറഞ്ഞ്, പപ്പ 13,000 രൂപ അടുത്ത് വാല്യൂ മാറ്റിയെടുക്കുമ്പോൾ മകൻ സ്ഥലവും പറഞ്ഞു, നിൻ്റെ അടുത്ത് പോയി പപ്പ മാറ്റിയെടുത്തു എന്ന്. പക്ഷേ ഇത് വിയറ്റ്നാമിലെ 16 ലക്ഷം രൂപയാണ്. നമ്മുടെ ഇവിടുത്തെ കൂടി വന്ന 2,000 അല്ലെങ്കിൽ 3,000 രൂപ. എക്സ്ചേഞ്ചിൻ്റെ ആ റേറ്റും കൂടെ കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ ഒരു 2,000-നും 3,000-നും ഇടയ്ക്ക് രൂപ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് നമ്മുടെ ഇവിടുത്തെ കടയിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്താൽ ഒരാളും എടുക്കത്തില്ല. പക്ഷെ അത് എക്സ്ചേഞ്ച് ചെയ്തെടുത്താൽ ഇന്ത്യയിലെ വാല്യൂ അനുസരിച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ പോലെ 5 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ആ വാല്യൂ അനുസരിച്ചുള്ളതല്ല, ഇന്ത്യയിലെ വാല്യൂ അനുസരിച്ചുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണിത്. എല്ലാവരും കണ്ടില്ലേ? ഇതൊക്കെ ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാണ്. പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞതുപോലെ. കഴിഞ്ഞ ദിവസം ഒരു മലേഷ്യയിൽ പോയിട്ടുണ്ടായി മക്കൾ 4 പേരും കൂടെ. അപ്പോൾ അവിടുത്തെ അവിടുത്തെ അതിൻ്റെ പേര് ഞാൻ മറന്നു, അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതും മാറ്റിക്കൊണ്ടുവന്നു. ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഇവിടെ കൊടുത്താൽ പൈസ ഒന്നും കിട്ടത്തില്ല. എക്സ്ചേഞ്ച് ചെയ്ത് എടുത്താൽ ഇന്ത്യൻ മണിയാക്കി ഉപയോഗിക്കാം. അവിടെ പോയാൽ ഇന്ത്യൻ മണിയും കൊണ്ട് പോയിട്ടൊരു കാര്യമില്ല, അവിടുത്തെ പൈസ തന്നെ കൊടുക്കണം. ഇതാണ്
ചുരുക്കം കേട്ടോ. അതെ, ഇത്ര ഉള്ളു പിടിച്ച രൂപ 16 ലക്ഷം. നമ്മുടെ 16 ലക്ഷം ആണെങ്കിൽ എത്ര കെട്ട് നോട്ടുണ്ടാവും അല്ലേ? അതുപോലെ 1.5 കോടിയുടെ കാര്യം 1.5 കോടി കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് പെട്ടിക്കണക്കിന് കാശ് ഇന്ത്യൻ പൈസ അനുസരിച്ച്. പക്ഷേ അവർ ഇത്ര ഉള്ളു പിടിച്ചേക്കണം 1.5 കോടി രൂപയാണെന്നും പറഞ്ഞിട്ട് ആണ് കൊണ്ടുവന്നത്. അത് നോട്ടൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ വിയറ്റ്നാമീസ് സ്റ്റോക്കിൻ്റെ കണക്കാണ്. എന്തിനാ കഷ്ടപ്പെട്ട് ഇതെല്ലാം പറഞ്ഞതെന്ന് ചോദിക്കും. അതായത് നമ്മ ഇവിടെ എന്തെല്ലാം സമ്പാദിച്ച് കൊയ്ത് കൂട്ടിയാലും ഇതൊന്നും സ്വർഗത്തിൽ ോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് വല്ലതും ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ എടുക്കുന്നതിൻ്റെ ഡോളറിൻ്റെ പേരാണ് പുണ്യം. അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്ന ആ പൈസയുടെ പേരാണ് പുണ്യം. ഇവിടെ വീട് വെച്ച് കാറ് വെച്ച് വിസ കിട്ടി. ഇപ്പോൾ ഒരു വിസ പ്രാർത്ഥനാ കാലമാണ്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി. പുറത്ത് പോയവരാണെങ്കിൽ അവിടെ കിടന്ന് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണേണ് പലരും. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. എല്ലാവരും പോയി അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ ആളുകളുടെ കൊതിച്ച് കയറ്റം മൂലം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിൽ നിന്നും. അപ്പോൾ പലർക്കും ജോലി കുറവുള്ള ജോലി നഷ്ടപ്പെട്ട് ശമ്പളം കുറഞ്ഞ് അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒത്തിരി പാടുപെടുന്നവരും ജീവിത ചെലവുകൾക്ക് വളരെ ബുദ്ധിമുട്ടുന്നവരുടെ കഥകൾ നിങ്ങളിൽ പലർക്കും അറിയില്ലെങ്കിലും പ്രാർത്ഥനാ സഹായത്തിനും വിഷമങ്ങൾ പറയാനൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നത് വഴി ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ എന്തെല്ലാം നേടി വെച്ചാലും എന്തെല്ലാം സമ്പാദിച്ച് തിന്ന് കുടിച്ച് 5 തലമുറക്കുണ്ട് 10 തലമുറക്കുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഇന്ന് തലമുറ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് വേറൊരു വശം. വിവാഹം കഴിഞ്ഞ് 50% അതിലധികവും കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല, കുഞ്ഞുങ്ങളെ വേണ്ട, ഇങ്ങനത്തെ തീരുമാനങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം ഞാൻ താമസിക്കുന്ന എറണാകുളം വൈറ്റിലക്കടുത്ത് ചളിക്കവട്ടം, പൊന്നുരുന്തി ഈസ്റ്റ് ചളിക്കവട്ടം, ഈ പരിസരത്ത് തന്നെ എത്ര ഇൻഫെർട്ടിലിറ്റി സെൻ്റർ ഉണ്ടെന്നറിയാമോ? അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു ഇതെന്താണ് ഇതുള്ളത് മുഴുവൻ ഇവിടെ? ഞാൻ പറഞ്ഞു ഇവിടെ മാത്രമല്ലടി, നേരത്തെ അറിയപ്പെടുന്ന ചില പേരെടുത്ത സെൻറ്ററുകൾ ഇന്ന സ്ഥലത്ത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചുറ്റുപാടുമായി തുടങ്ങി. കാരണം ജീവിത വ്യഗ്രതയും ടെൻഷനും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങൾ എണ്ണം കുറച്ച് മതി, അവസാനം ഉണ്ടാകുന്നില്ല, ഇപ്പോൾ വേണ്ട, ഇങ്ങനത്തെ അവസ്ഥകൾ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് പ്രഭാഷകൻ 29:12. ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കുക. ഇവിടെ തിന്ന് കുടിച്ച് സുഖിച്ച് ഇവിടെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയി നശിച്ച് ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. 1 കൊറിന്തോസ് 2:9 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ള വഴികൾ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രവൃത്തികളും ഇവിടെ തിന്ന് കുടിച്ച് സുഖസുഭിക്ഷയിൽ ജീവിക്കാൻ നോക്കിയാൽ ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ബോഷ, ഈ രാത്രിയിൽ ദൈവം നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നീ നേടിയതെല്ലാം ആരുടേതാകും? ഈ രാത്രിയിൽ ദൈവം നിൻ്റെ ആത്മാവിനെ, അല്ലെങ്കിൽ ആത്മാവിന് പകരമായിട്ട് എന്ത് കുടിക്കും? ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണമാണ്, ആത്മാവിന് വേണ്ടുന്ന സമ്പാദ്യമാണ് നമ്മുടെ ദാനധർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും സൽപ്രവൃത്തികളും. അതുകൊണ്ട് ഇവിടെ ഒരു നാമമാത്ര വിശ്വാസിയും ക്രിസ്ത്യാനിയായുമായിട്ടാണോ ജീവിക്കുന്നത്? സോബിത്ത് 4:11 പറയുന്നുണ്ട്, ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിലേക്കുള്ള പാസ്പോർട്ടും വിസയുമാണ് സന്തോഷത്തോടെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാൻ സാധിക്കുന്നത്. ഈ സമ്പാദ്യങ്ങൾ നേടി ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ പുണ്യങ്ങൾ നേടിവെച്ചവർക്ക് അവിടെ ഈ ഡോളർ മാത്രം, അല്ലെങ്കിൽ ഈ ഡോങ്ക് മാത്രം അവിടെ എടുക്കത്തുള്ളൂ. അവിടെ ഇവിടെയുള്ള റുപ്പീസും കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ ഈ റുപ്പീസിന്, ഈ നോട്ടിന് വിലയുണ്ട്. അവിടെ എടുക്കുന്നത് വിയറ്റ്നാമിൽ അവിടുത്തെ ഡോങ്കാണ് എടുക്കുന്നത്. അതുപോലെ അമേരിക്കയിൽ അവിടുത്തെ ഡോളറാണ് എടുക്കുന്നത്. സൗദിയിലെ റിയാലാണ് എടുക്കുന്നത്. ഇതുപോലെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഉള്ള നിക്ഷേപങ്ങൾ വല്ലതും നമ്മൾ കരുതി വെച്ചിട്ടുണ്ടോ? ഇതുവരെ വെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി അതിനുള്ള ശ്രമങ്ങളൊക്കെ
ഒക്കെ നടത്ത്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലും അതുപോലെ കത്തോലിക്ക സഭ വേദപാഠത്തിൽ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നുണ്ട്. ആധ്യാത്മികവും ശാരീരികവും. ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത്, വചനം പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാരുണ്യപ്രവൃത്തിയാണ്. നിങ്ങളാരും ഒരു പ്രതിഫലം തന്നില്ലെങ്കിലും അത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞാലും ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ജോലി ചെയ്യുമ്പോൾ എനിക്കുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. അതൊരു പുണ്യപ്രവൃത്തിയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ആ ജോലി, ഇനി സുവിശേഷ പ്രഘോഷം കൊണ്ട് മാത്രം പ്രസംഗിച്ച് മാത്രം വയറ് നിറച്ച് വിട്ടാൽ മതിയാ? ഇല്ല. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 36 വർഷമായി. പക്ഷേ പലരും പറയും, ബ്രദർ ഇപ്പോഴല്ല കാണാൻ തുടങ്ങിയത്, ഇപ്പോൾ ഞങ്ങൾ ബ്രദറിൻ്റെ ഒറ്റയിരിപ്പിൽ കുറേ വചനവും വീഡിയോ ഒക്കെ കണ്ടു, അല്ലെങ്കിൽ 2-3 കണ്ടു, എന്നിട്ടാ ഒന്ന് വിളിക്കണമെന്ന് തോന്നി, വിളിച്ചപ്പോൾ തന്നെ കിട്ടി. അങ്ങനെ പറഞ്ഞവരുണ്ട്, വാട്സാപ്പിൽ വന്നവരുണ്ട്. വിളിച്ചപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിലെങ്കിലും മെസ്സേജ് ഇടേ അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വിളിച്ചപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിൽ വഴക്കൊന്നും ഇടല്ലേ. ശുശ്രൂഷയോടൊപ്പം കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ചില പ്രോഗ്രാമുകൾക്ക് പുറത്ത് വചന പ്രഘോഷണങ്ങൾക്കോ മോട്ടിവേഷനോ അല്ലെങ്കിൽ ആധ്യാത്മിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടും ജീവിത ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, യാത്രകൾ, അതുപോലെ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷ, വഴിയരികിലും തെരുവിലും അനാഥത്തിലും കിടക്കുന്നവർക്ക് സാധിക്കുന്ന രീതിയിൽ ഭക്ഷണ വിതരണ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങനെ ഒരു സുവിശേഷ വിളിയും കൂടി ദൈവം സവിശേഷ വിളിയായിട്ട് തന്ന് അത് ഇതിൻ്റെ ഒപ്പം നിറവേറ്റി പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയും കാരുണ്യമാണ്. പോകുമ്പോൾ വല്ലതും വേണ്ടേ? ഇവിടെ പ്രസംഗിക്കുമ്പോൾ മാത്രം ചെയ്യുന്നു. ഇനി ഉണ്ണാൻ കൊടുത്തില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലില്ലെങ്കിലും അതിന് സന്മനസ്സുള്ള വിവാഹ വാർഷികങ്ങൾ, ആണ്ട്, അടിയന്തരങ്ങൾ, ജന്മദിനങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രവൃത്തികൾ, അല്ലെങ്കിൽ പുതിയ ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ ദശാംശം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊരു പങ്ക് നീക്കി വെച്ച് ഈ ഒരു പുതിയ ഒരു മേഖല വഴിയരിയിൽ നിങ്ങൾക്ക് നേരിട്ട് അതുപോലെ ചെയ്യാനോ കൊണ്ടുപോയി കൊടുക്കാനോ സാധിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പം മക്കളുടെ ബർത്ത്ഡേ ആണ്, ആ മക്കൾക്ക് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും മാതൃകയായിരിക്കും അവർക്ക് വേണ്ടി ഇതുപോലെ വഴി കിടക്കുന്ന ഒരു 50 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക്. കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ ബ്രദറിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കണ്ടു, ഒരു 46 പേർക്ക് അല്ലെങ്കിൽ 54 പേർക്ക് ഭക്ഷണപ്പൊതികൾ കൊടുക്കാമോ, അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നും പറഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ ഒരു ആയുസ്സും ആരോഗ്യവും ജീവിതത്തിനൊരു പുണ്യാഭിവൃദ്ധിയാണ്. അങ്ങനെയുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, അയ്യാക്കുരുക്കുകൾ, കെട്ടുകൾ പലതും അഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക. ദൈവം നമ്മളിൽ നിന്ന് പ്രാർത്ഥനയും ആവശ്യപ്പെടുന്നുണ്ട്, പ്രവർത്തനവും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് മാത്രം കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പ്രാർത്ഥിക്കാൻ വരം ലഭിച്ചവർ പ്രാർത്ഥിക്കട്ടെ. പക്ഷേ ഒരു ചെറുവിരൽ അനുകൂലം എന്ന് പറഞ്ഞാൽ പോയില്ലേ കാര്യം. അപ്പോൾ ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. പ്രഭാഷണം 3:30 പറയുന്നുണ്ട്, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. എല്ലാം തികഞ്ഞവരാരുമില്ല, മനുഷ്യരുടെ ഇടയിൽ പാപമില്ലാത്തവരാരുമില്ല എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പാപമില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാം തികഞ്ഞവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. അതുകൊണ്ട് പാപത്തിന് ഇത് പരിഹാരമാണ്. ഇനി കുമ്പസാരത്തിലൊക്കെ പറഞ്ഞതോ പറയാത്തതോ മറന്നുപോയതോ വിട്ടുകിടക്കുന്നതോ അതെല്ലാം ഇതിൽ ഡിലീറ്റായി പോയിക്കോളും. കാരണം ഉപവിപ്രവൃത്തി 2 കൊരിന്ത്യർ 8:11-12 പറയുന്നു, താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവിനനുസരിച്ച് ദാനം ദൈവം സ്വീകരിക്കും. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ വഴിച്ചെലവ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കയറി എത്താനുള്ള ഈ യേശു ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചു, മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചു, ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തു, വീണ്ടും വരുമെന്ന് പറഞ്ഞ് വന്നിരിക്കും. ഈ ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചു, മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചു, ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തു. ഇതാ കർത്താവിൻ്റെ വീണ്ടും വരവുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ എല്ലാം സ്വർഗരാജ്യത്തെ ഇടതും വലതുമായിട്ട് നിർത്തി മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അന്തിമ വിധിയെക്കുറിച്ച്. ഇല്ല, പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ എന്നോ. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ എങ്ങനെയാണ്? ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം തികഞ്ഞിട്ട് സഹായിക്കാനോ നന്മ ചെയ്യാനോ നമുക്ക് ആർക്കും സാധ്യമല്ല.
ഓരോരുത്തരും അവരവരാൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും കഴിവ് കുറഞ്ഞവൻ കഴിവ് കുറഞ്ഞതനുസരിച്ച്, ഉള്ളവൻ ഉള്ളതനുസരിച്ച് സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും ചെയ്യുക എന്നുള്ളതാണ് വിളി. അപ്പോൾ വീണ്ടും സുഭാഷിതം 11:25 പറയുന്നു, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ദാഹജലം കിട്ടും. എന്ത് കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്. ഇതാ ദാഹിച്ച് വലഞ്ഞിരിക്കുന്നതിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ദാഹജലം കിട്ടും. ദ വാല്യൂ ഓഫ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞൊരു ഇത് വായിച്ചത് ഓർക്കുകയാണ്, ഒരു ലേഖനം. അതിൽ സാധനങ്ങൾ വിൽക്കാൻ നടന്ന് ദാഹിച്ചു വലഞ്ഞ, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, പഠനത്തോടൊപ്പം വീടുകൾ തോറും സാധനങ്ങൾ ഡോർ ടു ഡോർ അങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു പയ്യൻ ദാഹിച്ചു വലഞ്ഞൊരു വീടിൻ്റെ വാതിൽ വന്ന് മുട്ടി. അപ്പോൾ ഒരു സ്ത്രീ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ അവർ തളർന്ന് വിഷമിച്ചിരിക്കുന്ന ബാലൻ്റെ ദൈന്യതയാർന്ന മുഖം കണ്ടപ്പോൾ ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവൻ അത് സംതൃപ്തിയോടെ കുടിച്ചു. നന്ദി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്ത് ഞാൻ പ്രത്യുപകാരം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അമ്മ അതൊന്നും അന്വേഷിച്ചിരിക്കാൻ പരിശീലിപ്പിച്ചിട്ടില്ല, ഇതെൻ്റെ കടമയാണെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ സ്ത്രീ രോഗിയായി ആശുപത്രി കിടക്കുമ്പോൾ ബില്ലടക്കാൻ സാധിക്കാതെ, ആശുപത്രി സർജറി കഴിഞ്ഞ് ബില്ലടക്കാൻ സാധിക്കാതെ വിഷമിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോൾ ബില്ലിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഫുൾ ബിൽ പെയ്ഡ് ബൈ ദ വാല്യൂ ഓഫ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നും പറഞ്ഞിട്ട് എഴുതി. പെട്ടെന്നാണ് ആ സ്ത്രീക്ക് തിരിച്ചറിഞ്ഞത്, പണ്ട് തൻ്റെ അടുക്കൽ സാധനങ്ങൾ വിൽക്കാൻ നടന്ന, പഠനത്തോടൊപ്പം ജോലിയുമായി നടന്ന ആ ബാലനാണ് ഇന്ന് പഠിച്ച് ഒരു ഡോക്ടറായി തീർന്ന് തൻ്റെ ആപത്ത് കാലത്ത് തനിക്ക് സഹായമായി. അപ്പോൾ ഈ വരാനിരിക്കുന്ന ജീവിതത്തിൽ മാത്രമല്ല, വിത്ത് മത്ത കുത്തിയാൽ മത്ത മുളക്കും, കുമ്പളം കുത്തിയാൽ കുമ്പളം മുളക്കും, പാവൽ കുത്തിയാൽ പാവൽ മുളക്കും, കോവൽ കുത്തിയാൽ കോവൽ മുളക്കും, പീച്ചിൽ കുത്തിയാൽ പീച്ചിൽ മുളക്കും. അതുപോലെ നമ്മൾ ഈ ജീവിതത്തിൽ നന്മ പ്രവൃത്തികൾ ചെയ്താൽ ഈ ജീവിതത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ജീവിതത്തിലും നമുക്ക് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ നിക്ഷേപമാണ്. പുണ്യപ്രവൃത്തികളാണ് മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. വേറെ എന്തെല്ലാം 2 വീട്, ഫ്ലാറ്റ്, 1 ഏക്കർ സ്ഥലം, കാറ് 3 എണ്ണം, പിന്നെ മൂടാൻ മാത്രം പൊന്നും പണവും എന്നെല്ലാം പറഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് പ്രവേശിക്കത്തില്ല. ഒരു ചെക്ക് എഴുതി പോലും പെട്ടിയിൽ ആരും വെച്ച് തരത്തില്ല, തന്നതായിട്ടും കേട്ടിട്ടില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത ആളെ വെക്കാനായിട്ട് കുഴി തിരയുമ്പോഴേക്കും കുറച്ച് ദ്രവിക്കാത്ത തുണി കഷ്ണങ്ങളോ അല്ലെങ്കിൽ വെച്ച പെട്ടിയുടെ ഏതാനും ഭാഗങ്ങൾ, ജീർണിച്ച ഭാഗങ്ങളോ ഒക്കെയാണ് ചിലപ്പോൾ കാണാനായിട്ട്, വല്ല തലയോട്ടി അങ്ങനത്തെയൊക്കെ. ഞാനിവിടെ കാറ്റിസ് അധ്യാപകനായിരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ തള്ളി വിടുന്ന ഒരു ഇതാണ് വെച്ചിട്ട്, അപ്പോൾ കുറച്ച് തുണിയുടെ കഷ്ണവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. നിറയെ പാറ്റകൾ കിടന്ന് ഓടും. അപ്പോൾ അച്ഛൻ്റെ മേട അതിൻ്റെ തൊട്ടടുത്തതായിരുന്നപ്പോൾ അച്ഛന് ഭാഗത്തിന് ഉണ്ടായിരുന്ന അച്ഛന്മാർ വളരെ ബുദ്ധിമുട്ടി. അവർ ഭക്ഷണം എടുത്തു വെക്കാൻ വയ്യ, അല്ലെങ്കിൽ പാറ്റകളുടെ ശല്യം, കുഴി പൊട്ടിക്കുമ്പോൾ ഇഷ്ടമാതിരി പാറ്റകൾ. അങ്ങനെ പിന്നീട് വേറെ നീക്കി അച്ഛൻ്റെ മേട വേറെ ഭാഗത്തേക്ക് നീക്കി പണിയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഉള്ളു പൊട്ടിക്കുമ്പോൾ എത്ര വലിയ ആളായിരുന്നെന്ന് പറഞ്ഞാലും ഏതാനും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ പ്രഭാഷകം 29:12 പറയുന്നുണ്ട്, ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. നിക്ഷേപം എന്നാ പറയുന്നത്. നിക്ഷേപം എന്തിനാ? ആപത്ത് കാലത്തേക്ക് അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തേക്ക് യൂസ് ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പുണ്യപ്രവൃത്തികൾ നമുക്ക് മുതൽക്കൂട്ടാണ്. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് സൽപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികളാണെങ്കിൽ അത് നമ്മളെ അനുഗമിക്കും. എന്നാൽ ഇങ്ങനെ പറയില്ലേ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സന്ദേശം ഞാൻ തനിയെ കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. തനിയെ പോകും, വേറെ ഒന്നും കൊണ്ടുപോകാനില്ല. അപ്പോൾ വീണ്ടും പ്രഭാഷകൻ 7:10 പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. വൈമുഖ്യം എന്ന് പറഞ്ഞാൽ എന്താ? മടി കാണിക്കരുത്. അപ്പോൾ
പ്രഭാഷകൻ 13:7 പറയുകയാണ്, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ. ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അതിനേക്കാൾ ദരിദ്രർ. നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ കൂട്ടുകാരിലും എല്ലാം ഉണ്ട്. നമ്മളെക്കാൾ സ്നേഹം ആവശ്യമുള്ള, അംഗീകാരം ആവശ്യമുള്ള, ഒത്തിരി മുറിപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപം അവരിൽ തിരിച്ചറിഞ്ഞ് അവരുടെ മുറിവുകൾ നല്ല സമരിയാക്കാരനെ പോലെ വെച്ച് കെട്ടാനും അങ്ങനെ നമുക്ക് നമ്മുടെ പുണ്യങ്ങൾ കൊണ്ട് അവരെ ആവരണം ചെയ്യാനും അത് യേശുവിന് തന്നെ ചെയ്തു കൊടുക്കുന്ന, അതുകൊണ്ട് സ്നേഹം കിട്ടാത്ത അപ്പൻ അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന പ്രായമായ മാതാപിതാക്കൾ, അമ്മായിയപ്പൻ, അമ്മായിയമ്മ അല്ലെങ്കിൽ അയൽവാസി, എന്ത് ചെയ്താലും കുറ്റം പറയുന്നവർ, കൂടെ ജോലി സ്ഥലത്തോ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കും, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. പുഞ്ചിരിക്കുന്ന മുഖമെങ്കിലും അവർക്ക് സമ്മാനിക്കുക. എന്താ ചേട്ടാ, എന്താ അപ്പച്ച, എന്താ അമ്മച്ചി, സുഖമാണോ? ഒന്ന് ചേർത്ത് നിർത്ത്, ഒന്ന് ഹഗ് ചെയ്, നല്ല വാക്കുകൾ പറയ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഒന്ന് സംസാരിക്കുക, അവരുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പം തന്നെ അവർക്ക് കോടി പുണ്യം കിട്ടുന്ന ഒരനുഭവം അവർക്കും ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇന്ന് ആരോടും ഒന്നും മിണ്ടാനോ ചോദിക്കാനോ പറയാനോ എല്ലാവരും ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കണം. മൊബൈലും വെച്ചിട്ട് തെറ്റിച്ചുകൊണ്ട് അവരവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നു. പിള്ളേരാണെങ്കിൽ MBA BTech വലിയ വലിയ കോഴ്സുകൾ MSW എല്ലാം പഠിച്ചിട്ട് മുറി കയറി കാരണം പലരും വിചാരിച്ച പോലത്തെ ജോലി കിട്ടുന്നില്ല, ചെറുതിലൊന്നും പോകാൻ ഇതില്ല, ആരും താഴാനായിട്ട് തയ്യാറില്ല. അതുപോലെ ഇതും തെറ്റിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ, OCD, ഇങ്ങനെയൊക്കെ പോകുന്ന അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടുകളൊക്കെ അഴിയാൻ കണ്ണ് തുറന്ന് കാണുക, കൈയടിഞ്ഞ് പ്രവർത്തിക്കുക, സാധിക്കുന്ന രീതിയിൽ നന്മകൾ ചെയ്യുക, സുവിശേഷം പ്രഘോഷിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, 16 ലക്ഷമുണ്ട്, പക്ഷേ ഇത്രേ ഉള്ളൂ. ഈ 16 ലക്ഷം കൊണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. ഇത് മാറിയെടുത്ത് വിയറ്റ്നാമീസ് മണി ആയ ഡോങ്ക്, ഇത് മാറിയെടുത്താൽ 12,000-3,000 കിട്ടും. അതിവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു ആക്കരി കിട്ടും, 2,500 രൂപയൊക്കെ വരുന്നുണ്ട് ഒരു ആക്കരി. അപ്പോൾ കഴിഞ്ഞ ദിവസം 3 ആക്കരി വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു. ബിഷപ്പിൻ്റെ വിളിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അറിവിലും പരിചയത്തിലും ഇവിടെ ടീമിലും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. ബിഷപ്പിൻ്റെ വിളിയിൽ കവിഞ്ഞുള്ളത് വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ പങ്കുവെച്ച് കൊടുക്കും. ഓണം, ക്രിസ്മസ്, ഈസ്റ്ററൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഇതുപോലെ വിശേഷാൽ അങ്ങനെയൊക്കെ പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളാൽ അത്രയൊക്കെ പറ്റുന്നത് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന പോലെ പൈസയുടെ കാര്യവും പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കും. ഇപ്പോൾ ഇത് ഇട്ടത് തന്നെ ചിലപ്പോൾ ആപത്തായെന്ന് ഓർത്ത് പോകും. ഇത് കണ്ട അപ്പം തന്നെ ഒരേ ആൾക്കാർ തന്നെ മാറ്റിയും തിരിച്ചും വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്കറിയാവുന്ന ചില ശുശ്രൂഷകരെയൊക്കെ ട്രാപ്പിൽപ്പെടുത്തി കാശ് അടിച്ചുകൊണ്ട് പോയവരും ഇല്ലാത്ത സഹായം മേടിച്ചവരും ചില ശുശ്രൂഷകരൊക്കെ വെറുതെ ആരെങ്കിലും വന്ന് കരയുമ്പോൾ വീണ് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ജെനുവിൻ ഉള്ളതും അല്ലാത്തതും ഉണ്ട്. ജെനുവിൻ ആണെങ്കിൽ പോലും നമുക്ക് വേറെ മേഖല, തൽക്കാലം ഇതൊരു കൊച്ചു കൂട്ടായ്മ, കൊച്ചു ശുശ്രൂഷ. അപ്പോൾ തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം. കാരണം എന്നോടൊരു വലിയ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ ചോദിച്ചാൽ, ഷൈജ എന്നെ വിളിക്കണം, അങ്ങനെ ഷൈജ, എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഷൈജ. അപ്പോൾ ഷൈജ, ഇത് ഇത്രയും നാളായിട്ട് എങ്ങനെ ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നു? ഇത് ശരിക്കും ഒരു അത്ഭുതമാണല്ലോ. ദൈവത്തിൻ്റെ ഒരു വലിയ വിളിയും ഒരു അനുഗ്രഹവുമാണ്. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമല്ലേ. അല്ല, ഇതെങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അടിയന്തരങ്ങൾ, ജന്മദിനങ്ങൾ, അവരുടെ ഓർമ്മാചരണങ്ങളൊക്കെ വരുമ്പോൾ സന്മനസ്സോടെ ഇത് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. എന്തായാലും ഏറെക്കുറെ കുറഞ്ഞു പോകാതെ കൂടുതലാണ് ഇതുവരെ ചെയ്യാനായിട്ട് സാധിച്ചതെന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു ദൈവത്തിൻ്റെ അത്ഭുതം തന്നെയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത് ഓർക്കുക. അതുപോലെ എൻ്റെ സ്നേഹിതരായ പല വൈദികരും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരച്ഛൻ പറഞ്ഞു, എനിക്കൊന്ന് ഇതിൽ വരണമെന്ന്. അപ്പോൾ അച്ഛന് എൻ്റെ കൂടെ ഒരു കപ്പുച്ചിൻ വൈദികൻ, ഫാദർ ബിനോലി, അച്ഛനും ഞങ്ങളുടെ കൂടെ ഇതിൽ വന്ന് പങ്കെടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരിക്കും ഒരു ഹൃദയസ്പർശിയായ അനുഭവം തന്നെയാണ് എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ. നമ്മളാൽ സാധിക്കുന്ന നന്മകൾ ചെയ്യുക. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞു, പഴയ ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. രക്തം ആവശ്യമുള്ളവർക്ക്, എൻ്റെ വീട്ടിൽ ഇപ്പോൾ 5 പേരുണ്ട്. അപ്പോൾ കൊടുക്കാൻ പറ്റിയവർ രക്തം ആവശ്യമുള്ള ആ സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കൊടുപ്പിക്കാൻ പറ്റിയവർ കൊടുപ്പിക്കും. ഇനി എല്ലാവരും കൂട്ടത്തോടെ രക്തത്തിന് വേണ്ടി ഷൈജു പറഞ്ഞെ വിളിച്ചുകൊണ്ടിരുന്നാൽ പെട്ടുപോകും. കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, രക്തം ചോദിക്കുന്നവർ ഒരുപാട് പേരാണ്. പക്ഷേ ഞങ്ങൾ കൊടുക്കാമെന്ന് പറയുന്ന, ഞങ്ങളുടെ പേരൊന്ന് എഴുതി വെച്ചോ, ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതാണെന്ന് പറയുന്നവർ
എത്ര പ്രാവശ്യം ഇട്ടിട്ടും നമ്മുടെ കൊടുക്കാൻ ഇത്തിരി പാടാണ്. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും 6 മാസം കൂടുമ്പോൾ എൻ്റെ നിങ്ങളുടെയൊക്കെ രക്തം പഴയത് മാറി പുതിയത് വന്നുകൊണ്ടിരിക്കുക. അതും വെച്ചുകൊണ്ടിരുന്നിട്ടൊരു ഗുണമില്ല. കൊടുക്കും തോറുമാണ് ഗുണം. വല്ല രോഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയാത്ത വല്ലതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ കൊടുക്കുന്നവനെ തീർച്ചയായിട്ടും ദൈവം അടിമുടി അനുഗ്രഹിക്കും. അതാണ് അതിൻ്റെയൊക്കെ ഗുണം. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിക്ഷേപങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാതെ അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റേതായ, ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുക ഇന്ത്യൻ റുപ്പീസ്, വിയറ്റ്നാമിൽ പോകുമ്പോൾ ഇതുപോലെ ഡോങ്ക് അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ മാത്രമാണ് അത് ഉപകാരപ്പെടുന്നത്. ഇല്ലെങ്കിൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കുറേ പേരുണ്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടി അറിയാൻ പറ്റാത്ത വലിയ തുകകളും നിക്ഷേപങ്ങൾ. എനിക്ക് അങ്ങനത്തെ പലരെ അറിയാം. പക്ഷെ അവർ വചനം കേൾക്കുന്നു, ശുശ്രൂഷക്ക് വരുന്നു, ശുശ്രൂഷക്ക് പോകുന്നു, നൊവേന ചൊല്ലുന്നു, കൊന്ത ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, എൻ്റെ പണം. അവസാനം ഇതെല്ലാം വിട്ടിട്ട് മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ട് ഒറ്റപ്പോക്ക. ഞാനും അങ്ങനെ തന്നെ പോകും. അങ്ങനത്തെ പലരെ ഓർത്ത് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതറിയാമെങ്കിലും അവർക്കൊരു തരം ഫോബിയ. പണം വേണം, പണത്തിന് വേണ്ടി മാത്രമാകരുത്. അതുകൊണ്ട് ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും പുണ്യങ്ങൾ, സമ്പാദ്യങ്ങൾ, നിക്ഷേപങ്ങൾ, സ്നേഹിതരെയൊക്കെ നമ്മൾ സമാഹരിക്കുക, ദൈവം ആഗ്രഹിക്കുന്ന പോലെ. ഇനി വേറെ ഒരു വിഭാഗമുണ്ട്, ആർക്കെന്ത് സംഭവിച്ചാലും കൊണ്ടുപോകില്ല, കൊടുക്കാൻ പാടില്ല പാവപ്പെട്ടവർക്കൊക്കെ. ഇവന്മാരൊക്കെ പൂട്ടി വെച്ചുകൊണ്ടിരിക്കണം. കാറിന് അവൻ്റെ പോക്ക് കണ്ടില്ലേ, ഇട്ടേക്കണ ഉടുപ്പ് കണ്ടില്ലേ എന്ന് പറയും. കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും അതുപോലെയൊക്കെ എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വചനത്തിൽ തന്നെ ആ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. പുണ്യപ്രവൃത്തിയും സൽപ്രവൃത്തിയും ദാനധർമ്മവും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം അവരുടെയും മറ്റുള്ളവരുടെയും നോക്കി ഇരുന്ന് ദാനവും ധർമ്മവും മേടിച്ച് ജീവിക്കാനല്ല, അധ്വാനിച്ച് നെറ്റിയിലെ വീർപ്പുണ്ടപ്പം ഭക്ഷിക്കാൻ. ഗോട്ട് ദ പോയിന്റ്. അതും പറഞ്ഞിട്ടുണ്ട്. അവർ തന്നില്ല, ഇവർ തന്നില്ല, അപ്പം തന്നില്ല, അമ്മ തന്നില്ല, ആൾക്കാർ തന്നില്ല, അളിയന്മാർ തന്നില്ല. അങ്ങനെ ഇരിക്കണവരെ കണ്ടിട്ടുണ്ട്. ഉണ്ടായപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യം. അതിന് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യജീവിതത്തിന് ദൈവം പ്രതിഫലം തരും. അപ്പോൾ പോസിറ്റീവായിട്ടൊക്കെ എടുക്കുക, ക്രിയാത്മകമാകുക, മാറ്റം വരുത്തുക. എല്ലാ കാലവും ദാനം മേടിച്ചോ ധർമ്മം മേടിച്ചോ ആൾക്കാരെ സഹായിച്ചിട്ടോ ജീവിക്കാൻ നോക്കിയാൽ അതിലെന്ത് അന്തസ്സാണ് ഉള്ളത്? അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച്, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വഴികൾ കണ്ടെത്തുക. കുറേ പേരുണ്ട് ശവക്കല്ലറ കൂട്ടുന്നത് പോലെ. ബൈബിളിൽ പറഞ്ഞേക്കണം അങ്ങനത്തെ വാക്കാണ്. വല്ലവരുടെയും കടം മേടിച്ച് വീട് പണിയുന്നവരും, ഫ്ലാറ്റ് മേടിക്കുന്നവരും, പറമ്പ് മേടിച്ച് കൂട്ടുന്നവരും, അവസാനം കൊടുത്തവന് ചീത്തയും ശാപവും ശകാരവും. തിരിച്ചു കൊടുക്കുന്നുമില്ല. ഇനിയിപ്പം ഞാൻ സാമ്പത്തികത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വചനം ഇട്ടപ്പോൾ 100 ഗ്രാം ഗോൾഡ് കൊടുത്തിട്ട് മേടിച്ച ആൾ മരിച്ചുപോയി. പക്ഷേ അയാളുടെ ഭാര്യ പറയുന്നത് ഞങ്ങൾ മേടിച്ചിട്ടുമില്ല, തരാനുമില്ലെന്നും പറഞ്ഞ്. ഇതുപോലെ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ വിൻസെൻ്റ് പോൾ പ്രവർത്തകർ ഒരു കുടുംബത്തിൽ സഹായം സ്ഥിരം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഇടവകയിലെ വിൻസെൻ്റ് പോൾ പ്രവർത്തനത്തിൽ ഉണ്ട്, രൂപതയിലുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ കഥ കൂടെ വന്ന സഹോദരൻ, നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ പഴയ ആളായതുകൊണ്ട് കഥ അറിയാം. ഇവർക്ക് ഇതൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ലക്ഷങ്ങൾ വരുന്ന സ്ഥലം വിൽക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ പേരിൽ വില കൂടുതലായിട്ട് വിൽക്കാൻ വേണ്ടി എഴുതി കൊടുത്ത് ആ ഇടയ്ക്ക് കൂട്ടുകാരൻ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അയാൾ മേടിച്ചതായിട്ട് കാണിച്ചുള്ള രീതി ചെയ്തു. പക്ഷേ ആ ബ്രോക്കർ, ആ മേടിച്ച റിയൽ എസ്റ്റേറ്റുകാരൻ്റെ വീട്ടുകാർ അവർക്ക് കിട്ടി. അവരത് തിരിച്ചു കൊടുത്തില്ല, അതിൻ്റെ പണവും കൊടുത്തില്ല. ഇവരിപ്പോഴും അവർക്ക് വീട് വെക്കാനും കടം മാറാനും എല്ലാത്തിനുള്ള കേസും കോടതിയായിട്ട് നടക്കാൻ അതിനുള്ള കഴിവും വഴിയും വേണ്ടേ? അല്ലെങ്കിൽ അതിനുള്ള അറിവുകളും ബുദ്ധിമുട്ടാനും പ്രായമായവരല്ല. ആ മനുഷ്യൻ മരിച്ചുപോയി, അയാളുടെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ വിഷമിക്കുന്ന ചതികളിൽ പെട്ടവരുണ്ട്. അവരുടേതല്ലാത്ത ജെറമിയ 17:10 പറയും, താനിടാത്ത മുട്ടയ്ക്ക് 10-11 അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് ഈ അന്യായമായി സ്വത്ത് സമ്പാദിക്കുന്നത്. അതുകൊണ്ട് അവർ തരട്ടെ, ഇവർ സ്പോൺസർ ചെയ്യട്ടെ, അവർ പഠിപ്പിക്കുന്നില്ല, അവർ ധ്യാനത്തിന് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, പക്ഷേ ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറയുന്നവരോടും കൂടി പറയുകയാണ്, ഇവരുടെ നോക്കിയിരിക്കേണ്ട. ദൈവം തരാത്തതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ തന്നാലും പിടിച്ചു പറിച്ച് മേടിച്ചാലും അതൊരു അഭിഷേകം ഉണ്ടാകത്തില്ല, നമുക്ക് തികയത്തില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ സന്മനസ്സോടെ കൊടുക്കുകയും സന്മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യുക. നിർബന്ധത്തിന് വഴങ്ങി ഒരു സൽപ്രവൃത്തി ചെയ്യരുത്. ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. സ്വീകരിക്കുന്നത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുകയും. റോമ 13:7.
അപ്പം നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും തന്നെ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ ആരും അറിയാത്ത നാട്ടിൽ പേരും ബസ്സയ്ക്കും വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവം കാണിച്ചു തരുന്നത് പോലെ ഉൾക്കാഴ്ചയോടെ ചെയ്യുക. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും അന്വേഷിക്കുന്ന ഇതാണ്, എന്ത്? സാമ്പത്തിക തടസ്സം മാറണം, കടം മാറണം, വഴി കിട്ടണം. പക്ഷേ കടം മേടിച്ച് പണക്കാരാകാൻ നോക്കരുത്. പക്ഷേ ദൈവം സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം പാവങ്ങൾക്കും അർഹതപ്പെട്ടവർക്കും ദൈവ ശുശ്രൂഷകർക്കും കൊടുത്താൽ അതിൻ്റെ അഭിഷേകം ഉണ്ടാകും. അത് കേട്ടാൽ ആർക്കും അലർജി ഉണ്ടാകണ്ട. കാരണം അത് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഇഷ്ടമില്ലാതെ കൊടുത്താൽ അതിന് ഫലവുമില്ല. ചിലപ്പോൾ ഉള്ളതും കൂടി പോയെന്നിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ്.